ഏവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻ എന്ന മേഖലയാണ്. നല്ല രസകരമായ ഒരു ടോപ്പിക്കാണ്. ഈ വൈറ്റമിനുകളെ അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ പേരുകളും അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് മൊത്തം നമുക്കിന്ന് ഒറ്റ എപ്പിസോഡിൽ തീർക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വൈറ്റമിൻ ഏറ്റവും എളുപ്പമുള്ള മേഖലയാണ് വൈറ്റമിൻ എന്ന് പറയുമ്പോൾ അങ്ങ് പൂർണ്ണമായി എളുപ്പമൊന്നല്ല. അതിൻ്റെ പേരുകളിലുള്ളൊരു ബുദ്ധിമുട്ടല്ലാതെ ബാക്കിയെല്ലാം എളുപ്പമാണ്. പേരുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പക്ഷെ നമ്മളത് ഇപ്പം തന്നെ ബൈഹാർട്ട് ചെയ്ത് ഈ വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം. വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം. വൈറ്റമിനുകളെ കണ്ടുപിടിച്ചത് ഫെഡറിക് ഹോഫ്കിങ് ആണ്. ആരാണ്? ശ്രദ്ധിച്ചിരിക്കുക. വൈറ്റമിനുകളെ കണ്ടുപിടിച്ചത് ഫെഡറിക് ഹോഫ്കിങ് ആണ്. ആരാണ്? ഫെഡറിക് ഹോഫ്കിൻ. എന്നാൽ ഈ ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിക്കാം. ദ ടേം വൈറ്റമിൻ വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ ഡോക്ടർ കാസിമർ ഫങ്ക്. ഡോക്ടർ കാസിമർ ഫങ്ക്. ഇതാണ് PSC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചത്. വൈറ്റമിനെ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതാരാ? ഫെഡറിക് ഹോഫ്കിങ് ആണ്. ആരാണ്? ഫെഡറിക് ഹോഫ്കിങ് ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഫെഡറിക് ഹോഫ്കിങ് ആണ് വൈറ്റമിനെ കണ്ടുപിടിച്ചത്. ഫെഡറിക് ഹോഫ്കിങ്ങും. വൈറ്റമിൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ടേം വൈറ്റമിൻ വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ ഡോക്ടർ കാസിമർ ഫങ്ക് ഈ 1912. ഈ വൈറ്റമിൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഡോക്ടർ കാസിമർ ഫങ്ക് ആണ്. എത്ര? 1913. 1913 എന്നാണ്. 1913. ക്ലിയർ ആയല്ലോ. പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന ഘടകം ബീറ്റ കരോട്ടിൻ. ഏതാണ്? ബീറ്റ കരോട്ടിൻ. ബീറ്റ കരോട്ടിൻ നമുക്ക് നോക്കാം. എന്താണ് ഈ സംഭവം നമുക്ക് നോക്കണ്ടേ. ക്യാരറ്റ് ഉൾപ്പെടെയുള്ള ചെടികൾക്ക് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. ഏതാണ്? ക്യാരറ്റ് ഉൾപ്പെടെയുള്ള ചെടികൾക്ക് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. അപ്പോൾ ചെടികൾക്ക് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? കരോട്ടിനാണ്. ഓക്കെ ആണല്ലോ. ഈ കരോട്ടിനെ ഒന്ന് കൺവെർട്ട് ചെയ്തെടുത്താൽ വിറ്റാമിൻ എ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? വിറ്റാമിൻ എ ആയിട്ട് മാറും. അപ്പോൾ കരോട്ടിനെ കൺവെർട്ട് ചെയ്ത് എന്താക്കാം? വിറ്റാമിൻ എ. അതുകൊണ്ട് പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ബീറ്റ കരോട്ടിൻ. ഏതാണ്? ബീറ്റ കരോട്ടിൻ. അപ്പോൾ വിറ്റാമിൻ എയുടെ പ്രോ വിറ്റാമിൻ ആണ് ബീറ്റ കരോട്ടിൻ. ക്ലിയർ ആയല്ലോ. അപ്പോൾ പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന ഘടകം ബീറ്റ കരോട്ടിൻ. കാരണം എന്താ? ഈ കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? വിറ്റാമിൻ എ നിർമ്മിക്കാം. ക്ലിയർ ആയല്ലോ. വൈറ്റമിൻസിൻ്റെ പേര്. വിറ്റാമിൻ എയുടെ പേര് റെറ്റിനോൾ. ഏതാണ്? റെറ്റിനോൾ. നമ്മുടെ കണ്ണിൽ റെറ്റിന ഇല്ലേ? അപ്പോൾ ഓർത്തിരിക്കാമല്ലോ. വൈറ്റമിൻ എയുടെ പേര് റെറ്റിനോൾ. അപ്പോൾ നമുക്കൊന്ന് അടയാളപ്പെടുത്തിപ്പോ. വൈറ്റമിൻ എയുടെ പേര് റെറ്റിനോൾ. എയുടെ പേര് റെറ്റിനോൾ. അങ്ങനെയാണെങ്കിൽ ബിയുടെ പേരാണ് തയാമിൻ. ബിയുടെ പേരെന്താണ്? തയാമിൻ. ബിയുടെ പേര് തയാമിൻ. അങ്ങനെയാണെങ്കിൽ സിയുടെ പേര് അസ്കോർബിക് ആസിഡ്. അപ്പോൾ സിയുടെ പേരെന്താ? അസ്കോർബിക് ആസിഡ്. ഇനി ഡിയുടെ പേര് ചോദിക്കും. ഡിയുടെ പേര് ചോദിച്ചാൽ എന്തെഴുതാം? കാൽസിഫെറോൾ. ഡിയുടെ പേരെന്താ? കാൽസിഫെറോൾ. അങ്ങനെയാണെങ്കിൽ ഇയുടെ പേര് ചോദിക്കാം. ഇയുടെ പേരെന്താ? ടോക്കോഫെറോൾ. ഇയുടെ പേരെന്താ? ടോക്കോഫെറോൾ. ഏതാണ്? ടോക്കോഫെറോൾ അല്ലെങ്കിൽ ടോക്കോഫിറോൾ എന്നും പറയാം കേട്ടോ. പ്രൊനൗൺസിയേഷൻ എങ്ങനെ വേണമല്ലോ ആവാം. കെയുടെ പേര് ചോദിക്കാം. കെയുടെ പേരെന്താ? ഫില്ലോ ക്യുനോൺ. കെയുടെ പേരെന്താ? ഫില്ലോ ക്യുനോൺ. ക്യുനോൺ. ഫില്ലോ ക്യുനോൺ. നമ്മൾ ക്യൂ നിൽക്കുന്ന ആരെങ്കിലും ഓർത്താൽ മതി. നമ്മുടെ ഈ വൈറ്റമിനുകളല്ലേ, ഇപ്പം ഈ പഠിച്ച പേരുകളല്ലേ, ഈ വൈറ്റമിനുകളെ പ്രധാനമായിട്ടും ഇവിടുന്നാണ് ചോദ്യം തുടങ്ങുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഈ വൈറ്റമിനുകളെ രണ്ടായി തിരിക്കാം. എത്രയായി തിരിക്കാം? വൈറ്റമിനുകളെ രണ്ടായി തിരിക്കാം. ഒന്ന്, കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. ഒന്നെന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ. മറ്റൊന്ന് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. അപ്പോൾ വൈറ്റമിൻസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം ഇൻ ദി ബേസ് ഓഫ് ദെയർ സോലുബിലിറ്റി. അപ്പോൾ ലയിച്ച് ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വൈറ്റമിൻ എത്രയായി തിരിക്കാം? രണ്ടായി തിരിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ, ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ. ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവ, മറ്റൊന്ന് ജലത്തിൽ ലയിക്കുന്നവ. ക്ലിയർ ആണല്ലോ. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാ? നമ്മുടെ വീട്ടിലെ കൊഴുത്ത കഞ്ഞിവെള്ളത്തെ ഓർക്കുക. കൊഴുത്ത കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ കാടി. ഏതാണ്? കാടി. ഞങ്ങൾ കഞ്ഞിവെള്ളത്തെ വിളിക്കുന്ന പേര് കാടി എന്നാണ്. അപ്പോൾ കൊഴുത്ത കഞ്ഞിവെള്ളത്തെ നമ്മൾ എന്ത് പറയുന്നു? കാടി. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ കാടി. ഏതാണ്? കാടി. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ കാടി. ഈസിയാണേ. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ബിയും സിയും. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാ? ബിയും സിയും. അപ്പോൾ വൈറ്റമിൻസിനെ രണ്ടായി തിരിക്കുന്നു. കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നോ ജലത്തിൽ ലയിക്കുന്നവയെന്നോ. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ കൊഴുത്ത വെള്ളത്തെ ഓർത്ത് കാടി എന്ന് ഓർക്കുക. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ കാടി. ഏതാണ്? KADE.
അപ്പോൾ മനുഷ്യനിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ ദേഹത്ത് ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം പരീക്ഷയ്ക്ക് ചോദിച്ച ഒരുപാട് പരീക്ഷകൾ ചോദിച്ച മനുഷ്യനിൽ ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? ജലം. ഏതാണ്? ജലമാണ്. 65%. മനുഷ്യനിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ്? 65%. മനുഷ്യനിൽ ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. 65%. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയായിരിക്കും? ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതൊക്കെയാ? ബിയും സിയും. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാ? ബിയും സിയും. അതുകൊണ്ട് മനുഷ്യൻ്റെ ദേഹത്താണെങ്കിൽ എത്ര ശതമാനം ജലമുണ്ട്? മനുഷ്യൻ്റെ ദേഹത്ത് ഏറ്റവും കൂടുതൽ പദാർത്ഥം തന്നെ എന്താണ്? ജലമാണ്. എങ്കിൽ ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത വൈറ്റമിനുകൾ ബിയും സിയും. ക്ലിയർ ആയല്ലോ? ഇനി വൈറ്റമിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ, എന്തും കൂടുന്നതിന് നമ്മൾ ഹൈപ്പർ ചേർത്താ പറയുക. അപ്പോൾ വൈറ്റമിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ ചോദിച്ചാൽ എന്തെഴുതും നിങ്ങൾ? ഹൈപ്പർ വൈറ്റമിനോസിസ്. അപ്പോൾ വൈറ്റമിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ എന്ത് വിളിക്കും? ഹൈപ്പർ വൈറ്റമിനോസിസ്. ഹൈപ്പർ വൈറ്റമിനോസിസ്. ഇനി വൈറ്റമിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ചോദിക്കുന്നതെങ്കിൽ ഹൈപ്പോ വൈറ്റമിനോസിസ്. ഹൈപ്പോ വൈറ്റമിനോസിസ്. എന്തും കൂടിയാൽ ഹൈപ്പർ ചേർക്കുക, കുറയുമ്പോൾ ഹൈപ്പോ ചേർക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണോ? എനിക്ക് ടെൻഷൻ കൂടി, ഹൈപ്പർ ടെൻഷൻ. ടെൻഷൻ കുറഞ്ഞു, ഹൈപ്പോ ടെൻഷൻ. അത്രയേ ഉള്ളൂ. നമുക്ക് ഓരോ വൈറ്റമിൻ ഓരോന്നെടുത്ത് പഠിക്കണ്ടേ? ആദ്യം നമുക്ക് ഈ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ അങ്ങ് തീർക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതൊക്കെയായിരുന്നു? കാടി. ഏതാണ്? കാടി. അതിനകത്ത് ഓരോ വൈറ്റമിൻ നമുക്ക് എടുക്കാം. കാടിക്കകത്ത് ആദ്യത്തെ വൈറ്റമിൻ ഏതാ? കെ. ഏതാണ്? കെ. നമുക്ക് കെ എടുത്ത് പഠിക്കാം. വൈറ്റമിൻ കെയെക്കുറിച്ച് എന്തൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഏതാ? വൈറ്റമിൻ കെ. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ കെ ആണ്. ക്ലിയർ ആയല്ലോ? രക്തം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടല്ലോ. ഒരു സാധാരണ മനുഷ്യൻ്റെ ദേഹത്ത് രക്തത്തിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 5 മുതൽ 6 ലിറ്റർ. അപ്പോൾ മനുഷ്യൻ്റെ ദേഹത്ത് രക്തത്തിൻ്റെ അളവ് എത്രയാ? 5-6 ലിറ്റർ. എത്രയാണ്? 5 മുതൽ 6 ലിറ്റർ. മനുഷ്യൻ്റെ ദേഹത്ത് രക്തത്തിൻ്റെ അളവ് 5-6 ലിറ്റർ. 5 മുതൽ 6 ലിറ്റർ. അപ്പം ആകെ രക്തം 5-6 ലിറ്റർ. അങ്ങനെ ഓർത്തിരിക്കുക. ആ ഒരു ഈണത്തിലങ്ങ് പറയുക. ആകെ രക്തം 5-6 ലിറ്റർ. അത് കട്ട പിടിക്കാൻ 3 മുതൽ 4 മിനിറ്റ് എടുക്കും. 3 മുതൽ 4 മിനിറ്റ്. രക്തത്തിനകത്ത് വിശദമായി നമുക്ക് പഠിക്കാം. എങ്കിലും ആകെ രക്തം 5-6 ലിറ്റർ. അത് കട്ട പിടിക്കാൻ 3-4 മിനിറ്റ്. 3 മുതൽ 4 മിനിറ്റ്. ഇനി വൈറ്റമിൻ കെയുടെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ ഏതാണ്? രക്തസ്രാവം. പലരും ഹീമോഫീലിയ എന്നാണ് പറയുന്നത്. വൈറ്റമിൻ കെയുടെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ അത് രക്തസ്രാവമാണ്. ഏതാണ്? രക്തസ്രാവം. എന്നാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗമാണ് ഏതാ? ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗമാണ് ഏതാ? ഹീമോഫീലിയ. ഇത് ഒരു കഥയാണ്. അപ്പോൾ എന്താ ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിട്ടീഷ് രാജകുടുംബത്തിലാണ് ആദ്യം ഉണ്ടായത്. എവിടെയുണ്ടായത്? ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ. അതുകൊണ്ട് ഇതിനെ രാജകീയ രോഗം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? റോയൽ ഡിസീസ് അല്ലെങ്കിൽ രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാ? ഹീമോഫീലിയ. അപ്പോൾ ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ ആദ്യം ഉണ്ടായതുകൊണ്ട് രാജകീയ രോഗം. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ രാജകീയ രോഗം ഏതാ? ഹീമോഫീലിയ. എന്നാൽ രോഗങ്ങൾ രാജാവ് ഹീമോഫീലിയ അല്ല. സകല രോഗങ്ങളുടെയും സകല വ്യാധികളുടെയും രാജാവ് ക്ഷയമാണ്. ഏതാണ്? അപ്പോൾ രോഗരാജാവ് ക്ഷയം. അതുപോലെ മറ്റൊരു ഇരട്ടപ്പേര് കൂടിയുണ്ട്, ക്രിസ്മസ് രോഗം. എന്ത് വിളിക്കും? ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നതും ഏതാണ്? ഹീമോഫീലിയ ആണ്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17. അപ്പം ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാ? കാൽസ്യം. വൈറ്റമിൻ ഏതായിരുന്നു? കെ. ലോഹം, കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണ്? ഫൈബ്രിനോജൻ. ഏതാണ്? ഫൈബ്രിനോജൻ. ക്ലിയർ ആയല്ലോ? ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ്. ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം എന്നാണ് ചോദ്യമെങ്കിൽ ത്രോംബോ കൈനേസ്. ഏതാണ്? ത്രോംബോകൈനേസ്. ത്രോംബോകൈനേസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ? പറഞ്ഞു നോക്കിയേ, വേഗം പറയൂ, കൂടെ പറയണം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. ലോഹം ഏതാണ്? കാൽസ്യം. ലോഹം ഏതാ? കാൽസ്യം. മാംസ്യം ഏതാ? ഫൈബ്രിനോജൻ. രക്തകോശം ഏതാ? പ്ലേറ്റ്ലെറ്റ്സ്. രക്തകോശം ഏതാ? പ്ലേറ്റ്ലെറ്റ്സ്. എൻസൈമാണ് ചോദ്യമെങ്കിൽ ഏതാ? ത്രോംബോ
കൈനേസ്. അപ്പം നമ്മൾ പറഞ്ഞു രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, അതുപോലെ ബ്ലീഡിംഗ് ആണല്ലോ ഇതിൻ്റെയും കണ്ടീഷൻ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗം ബ്ലീഡിംഗ് ആണ്. അപ്പോൾ ബ്ലീഡേഴ്സ് ഡിസീസ് എന്നും വിളിക്കും ഏതിനെ? ഹീമോഫീലിയെ. അപ്പോൾ ഹീമോഫീലിയ, ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ക്ലിയർ ആണല്ലോ. ഇനി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി കുടലിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ. നല്ലൊരു ചോദ്യമാണ്. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി കുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? അത് നമ്മുടെ വൈറ്റമിൻ കെ ആണ്. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി കുടലിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ കെ ആണ്. ക്ലിയർ ആയല്ലോ. അതുപോലെ നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ. നല്ലൊരു ചോദ്യമാണ്. കരളിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ഏതാണ്? അത് നമ്മുടെ വൈറ്റമിൻ കെ ആണ്. അപ്പോൾ കരളിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ആണ് ഏതാ? വൈറ്റമിൻ കെ. അപ്പോൾ കരളിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ കെ. ക്ലിയർ ആയല്ലോ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി വൈറ്റമിൻ കെക്ക് 2 ഫോംസ് ഉണ്ട്. ഒന്ന് K1, മറ്റൊന്ന് K2. ക്ലിയർ ആയല്ലോ. അപ്പോൾ വൈറ്റമിൻ K1ൻ്റെ പേരെന്താ? എപ്പോഴും നമ്മൾ 1 എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച പേരുകൾ, അതായത് റെറ്റിനോൾ, അപ്പോൾ A1 റെറ്റിനോൾ, ബി തയാമിൻ, അപ്പോൾ B1 തയാമിൻ. മനസ്സിലായോ? അതുപോലെ കെ എന്താ? ഫില്ലോക്കിനോൺ. അപ്പോൾ K1 എന്ത് തന്നെയാണ്? ഫില്ലോക്കിനോൺ. അപ്പോൾ എപ്പോഴും അത് ടിപ്സായിട്ട് കൂട്ടിക്കണം. 1 എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ K1ൻ്റെ പേരെന്താ? ഫില്ലോക്യുനോൺ. ഏതാണ്? ഫില്ലോക്യുനോൺ. K2ൻ്റെ പേരെന്താ? മീനാക്യുനോൺ. ഏതാണ്? മീനാക്യുനോൺ. ക്ലിയർ ആയല്ലോ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. എങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ മാർഗ്ഗം പോവുകയും ചെയ്യരുത്. ഈ ജന്തുക്കളിൽ കാണുന്നതാണ് ഏതാ? മീനാക്യുനോൺ. ഏതാണ്? മീനാക്യുനോൺ. സസ്യങ്ങളിൽ കാണുന്നതാണ് ഏതാ? ഫില്ലോക്യുനോൺ. ഏതാണ്? ഫില്ലോക്യുനോൺ. അപ്പോൾ സസ്യങ്ങളിൽ കാണുന്ന K1 ആണ്, ജന്തുക്കളിൽ കാണുന്നത് K2 ഫോംസുമാണ്. ക്ലിയർ ആയല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആവർത്തിച്ച് വീഡിയോ കാണുക. ക്ലിയർ ആയല്ലോ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ വിറ്റാമിൻ കെ പഠിച്ചു. ഇനി അടുത്ത വിറ്റാമിൻ എ ആണ്. നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതെല്ലാമായിരുന്നു? കാടി. അപ്പോൾ നമ്മൾ അത് കെ പഠിച്ചു. കാടിക്കകത്ത് കെ പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാ? വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എയുടെ പേരെന്താ? റെറ്റിനോൾ. ഏതാണ്? റെറ്റിനോൾ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കണ്ണുമായി ബന്ധപ്പെട്ട് റെറ്റിന. ഈ വൈറ്റമിൻ എ 2ആയി തിരിക്കാം. എത്രയായി തിരിക്കാം? വൈറ്റമിൻ എ 2 തരം. ഏതൊക്കെയാ? വിറ്റാമിൻ A1, വിറ്റാമിൻ A2. വിറ്റാമിൻ A1ൻ്റെ പേരാണ് റെറ്റിനോൾ. വിറ്റാമിൻ A1ൻ്റെ പേരാണ് റെറ്റിനോൾ. വിറ്റാമിൻ A2വിൻ്റെ പേരെന്താ? ഡീഹൈഡ്രോ റെറ്റിനോൾ. ക്ലിയർ ആയല്ലോ. നോക്കിയേ. വിറ്റാമിൻ A1 റെറ്റിനോൾ, A2 ഡീഹൈഡ്രോ റെറ്റിനോൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ A1ൻ്റെ പേര് റെറ്റിനോൾ, A2വിൻ്റെ പേര് ഡീഹൈഡ്രോ റെറ്റിനോൾ. ക്ലിയർ ആയല്ലോ. ഇനി വൈറ്റമിൻ A1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. വൈറ്റമിൻ A1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാ? നിശാന്തത. ഏതാണ്? നിശാന്തത, അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്, അല്ലെങ്കിൽ മാലക്കണ്ണ്. ഏതാണ്? മാലക്കണ്ണ്. നിശാന്തതയുടെ മലയാളം വാക്കാണ് ഏതാ? മാലക്കണ്ണ്. നിശാന്തത പച്ച മലയാളത്തിൽ പറയുമ്പോൾ മാലക്കണ്ണ്. അപ്പോൾ രാത്രി കാഴ്ചയില്ല, അതായത് രാത്രി കാഴ്ചയ്ക്ക് സഹായിക്കുന്നൊരു കോശമാണ് റോഡ് കോശം. ഏതാണ്? റോഡ് കോശം. രാത്രി കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കണ്ണിലൊരു കോശമുണ്ട്. ഏതാ? റോഡ് കോശം. ഈ റോഡ് കോശങ്ങൾ അടങ്ങിയ വർണ്ണവസ്തുവാണ് റൊഡോപ്സിൻ. ഏതാണ്? റൊഡോപ്സിൻ. റോഡ് കോശങ്ങൾ അടങ്ങിയ വർണ്ണവസ്തു ഏതാ? റൊഡോപ്സിൻ. അപ്പം രാത്രി കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശമാണ് റോഡ് കോശം. റോഡ് കോശങ്ങളൊരു വർണ്ണവസ്തു ഉണ്ട് റൊഡോപ്സിൻ. റൊഡോപ്സിന് നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ A1. അപ്പോൾ വിറ്റാമിൻ A2വിൻ്റെ കുറവ് മൂലം, A2വിൻ്റെ പേരെന്താ? ഡീഹൈഡ്രോ റെറ്റിനോൾ. ഡീഹൈഡ്രോ റെറ്റിനോൾ. അതിൻ്റെ കുറവ് മൂലമുള്ള രോഗമാണ് ഏതാ? സിറോഫ്താൽമിയ. ഏതാണ്? സിറോഫ്താൽമിയ. ധാരാളം PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. രണ്ടും A1ൻ്റെയും ചോദിച്ചിട്ടുണ്ട്, A2വിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ. എന്താ സിറോഫ്താൽമിയ? കണ്ണ് ഈർപ്പരഹിതമാകുന്ന അവസ്ഥ. അതായത് ഉണക്കക്കണ്ണ് നമുക്ക് മലയാളത്തിൽ പറയാം. ഉണക്കക്കണ്ണ്, ഉണങ്ങിയ കണ്ണ്, അതാണ് പ്രയോഗം. ഉണങ്ങിയ കണ്ണ്. അപ്പോൾ കണ്ണ് ഉണങ്ങുന്ന രോഗമാണ് ഏതാ? സിറോഫ്താൽമിയ. കണ്ണ് ഈർപ്പരഹിതമാകുന്ന അവസ്ഥ ഏതാണ്? സിറോഫ്താൽമിയ. കണ്ണിനും കാഴ്ചയ്ക്കും വേണ്ട വൈറ്റമിനാണ് വിറ്റാമിൻ എ. ഇത് നമുക്ക് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ സ്നേഹം വരുമ്പോൾ ആൾക്കാരെ എന്തൊക്കെയാണ് വിളിക്കുന്നത്? നമുക്ക് സ്നേഹം വരുമ്പോൾ ആൾക്കാരെ എന്തൊക്കെ വിളിക്കും? ഞങ്ങളുടെ നാട്ടുകാരെ വിളിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ കണ്ണേ എന്ത് വിളിക്കും? കണ്ണേ എന്ത് വിളിക്കും? കണ്ണേ. രണ്ടാമത് പിന്നെ വീണ്ടും വരും കരളേ. സ്നേഹപ്രകടനങ്ങൾ മൊത്തം വൈറ്റമിൻ എ ആണ്. അപ്പം കണ്ണേ, കരളേ. ദെൻ അടുത്തത് പാലേ എന്ത് വിളിക്കും? പാലിയേ.
തേൻ ഏ എന്ത് വിളിക്കും? തേനേ. അടുത്തത് ആപ്പിളേ എന്ത് വിളിക്കും? ആപ്പിളേ. അടുത്തത് തേങ്ങയേ തേങ്ങയേ. ദെൻ അടുത്തത് എന്താണ്? ഇലയേ. അടുത്തത് പച്ചക്കറിയേ പച്ചക്കറിയേ. അപ്പൊ കണ്ണേ, കരളേ, പാലേ, തേനേ, ആപ്പിളേ, തേങ്ങയേ, പച്ചക്കറിയേ, ഇലയേ. ഉത്തരമേ ഏതാണ്? വിറ്റാമിൻ എ. ക്ലിയർ ആണല്ലോ. കണ്ണിനും കാഴ്ചയ്ക്കും വേണ്ട വൈറ്റമിൻ ഏതാണ്? അത് വിറ്റാമിൻ എ ആണ്. അപ്പോൾ കണ്ണിനും കാഴ്ചയ്ക്കും വേണ്ട വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ എ. അപ്പോൾ കണ്ണേ എന്ന് വിളിക്കുന്നതിന് അർത്ഥം മനസ്സിലായല്ലോ. കണ്ണിനും കാഴ്ചയ്ക്കും വേണ്ട വൈറ്റമിൻ. കണ്ണുമായി ബന്ധപ്പെട്ടൊരു വൈറ്റമിൻ ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ എ. ക്ലിയർ ആണല്ലോ. ഇനി കരളിൽ ധാരാളം സംഭരിക്കുന്ന വൈറ്റമിൻ, കരളിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ നമ്മൾ പഠിച്ചു. ഏതാ? വിറ്റാമിൻ കെ. കരളിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ വിറ്റാമിൻ കെ. എന്നാൽ കരളിൽ ധാരാളം സംഭരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അത് വിറ്റാമിൻ എ ആണ്. എന്നാൽ വിറ്റാമിൻ എ മാത്രമേ ഉള്ളൂ? അല്ല, ഡിയും ഉണ്ട്. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏതൊക്കെയാ? എയും ഉണ്ട്, ഡിയും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഏതാണ്? എ ആണ്. ഏതാണ്? എ ആണ്. അപ്പോൾ കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ എയും ഉണ്ട്, ഡിയും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏതാ? എ. എന്നാൽ സ്രാവിൻ്റെ കരളിൽ ധാരാളം സംഭരിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. സ്രാവിൻ്റെ കരളിൽ ധാരാളം സംഭരിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. അപ്പം നമ്മുടെ കരളിൽ എ, സ്രാവിൻ്റെ കരളിൽ ഡി. അപ്പം നമ്മുടെ കരളിൽ ഏതാണ്? എ ആണ്. സ്രാവിൻ്റെ കരളിൽ ഡി ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ ഗോൾഡൻ റൈസിൽ, അതായത് സുവർണ്ണ നെല്ല്, കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം അത് എടുത്തു പറയുന്നത്. സുവർണ്ണ നെല്ല് ഗോൾഡൻ റൈസിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ. വിറ്റാമിൻ ആണ് ഏതാ? വിറ്റാമിൻ എ. എന്താണ് ഗോൾഡൻ റൈസ്? സുവർണ്ണ നെല്ല്. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ ഫലമായി വികസിപ്പിച്ചെടുത്ത ഒരിനം നെല്ലാണ് സുവർണ്ണ നെല്ല് അഥവാ ഗോൾഡൻ റൈസ്. ഇനി കരളെ കിട്ടി, കണ്ണേ കിട്ടി, കരളെ കിട്ടി. അടുത്ത പാലേ, പാലിലും, തേനേ, തേനിലും, ആപ്പിളേ, പാലിലും, തേനിലും, ആപ്പിളിലും, തേങ്ങാവെള്ളത്തിലും ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. തേങ്ങയെ എന്ന് പറഞ്ഞില്ലേ? തേങ്ങാവെള്ളത്തിൽ, കോക്കനട്ട് വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാ? വിറ്റാമിൻ എ. അപ്പോൾ പാലേ, തേനേ, ആപ്പിളേ, തേങ്ങയെ. പാലിലും, തേനിലും, ആപ്പിളിലും, തേങ്ങാവെള്ളത്തിലും ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. അപ്പോൾ എല്ലാ ഇലക്കറികളിലും ധാരാളം അടങ്ങിയ വൈറ്റമിൻ, അത് പറയേണ്ടത് ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ഇലക്കറികളിലും ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. വിറ്റാമിൻ എ ആണ്. ക്ലിയർ ആയല്ലോ. എല്ലാ ഇലക്കറികളിലും ധാരാളം അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ എ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കാഴ്ചയുമായി ബന്ധപ്പെട്ട് രാത്രിയിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശം ഏതാ? റോഡ് കോശം. ഏത് കോശമാണ്? റോഡ് കോശം. റോഡ് കോശം അടങ്ങിയ വർണ്ണവസ്തു ഏതാ? റൊഡോപ്സിൻ. ഏതാണ്? റൊഡോപ്സിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. ഏതാണ്? വൈറ്റമിൻ എ. അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ പേരെന്താ? കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ പേരെന്താ? കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. കാൽസ്യവുമായി ബന്ധപ്പെട്ടൊരു പേരല്ലേ? അസ്ഥിയുമായി ബന്ധപ്പെട്ടൊരു പേര് കാൽസ്യം. കാൽസ്യം, അസ്ഥി, കാൽസ്യം. ഇത് കുഞ്ഞുങ്ങൾക്കും അറിയാം കാൽസ്യം. അപ്പോൾ അസ്ഥിയുമായി ബന്ധപ്പെട്ടൊരു പേര് കാൽസിഫെറോൾ. അപ്പോൾ അത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിനാണ് ഏതാ? വൈറ്റമിൻ ഡി. അപ്പോൾ പച്ചക്കറികളിൽ ലഭ്യമാകാത്ത വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ്. ഇനി സ്രാവിൻ്റെ കരളിൽ ധാരാളം സംഭരിക്കുന്ന വൈറ്റമിൻ, നമ്മൾ പറഞ്ഞല്ലേ സ്രാവിൻ്റെ കരളിൽ ധാരാളം സംഭരിക്കുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭ്യമാകുന്ന വൈറ്റമിൻ, നമ്മുടെ പോയിന്റിലേക്ക് കിടക്കാം. സൂര്യപ്രകാശത്തിൽ നിന്ന്, കണ്ടൊരു സൂര്യൻ്റെ പടമൊക്കെ വരയ്ക്കുകയാണ്. സൂര്യപ്രകാശത്തിൽ ലഭ്യമാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ ഗെറ്റ് ഫ്രം സൺലൈറ്റ്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭ്യമാകുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ്. എനിക്ക് കുറച്ച് വൈറ്റമിൻ ഡി വേണം, എന്ത് ചെയ്യും? വേണമെങ്കിൽ പോയി വെയിൽ കൊള്ളുക. ആർക്കാണോ വേണ്ടത് ഓര് പോയി വെയിൽ കൊണ്ട ഓരുടെ ത്വക്കിൽ നിർമ്മിക്കും. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭ്യമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അപ്പോൾ വൈറ്റമിൻ ഡി വേണമെങ്കിൽ എപ്പോഴാണ് വെയിലുള്ളത്? നട്ടുച്ചയ്ക്കല്ല. സായിപ്പുമാർ വെയിലുള്ളത് എപ്പോഴാണ്? രാവിലെ അല്ലേ? അപ്പോൾ സൺബാത്തിന് കിടക്കുന്ന ആലപ്പുഴ ബീച്ചിലൊക്കെ വന്ന് കിടക്കുന്ന അവർ രാവിലെയാണ്, രാവിലത്തെ വെയിലാണ് കൊള്ളുന്നത്. ഗർഭിണികൾ വെയിൽ കൊള്ളുന്നതായിട്ടല്ലേ? എപ്പോഴാണ്? രാവിലെയാണോ വൈകിട്ടാണോ? അവരും രാവിലെയാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതായിട്ടല്ലേ? കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന എപ്പോഴാണ്? രാവിലെ. ദേഹം മൊത്തം എണ്ണ തേച്ച് മിനുക്കി മീൻ പെറുക്കാനിടുന്ന പോലെ വെയിലത്ത് കൊണ്ട് കിടത്തി ഇങ്ങനെ
ഇങ്ങനെയൊക്കെ ആക്കുന്നൊരു പരിപാടിയുണ്ട്, ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർ വെയിൽ കൊള്ളിക്കുകയാണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭ്യമാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭ്യമാകുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി ആണ്. രാവിലത്തെ വെയില, ഈ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന രാവിലെ അല്ലേ? രാവിലത്തെ വെയിലിൽ നിന്ന് ലഭിക്കത്തോളം. അപ്പോൾ രാവിലത്തെ വെയിലിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് സൺഷൈൻ വൈറ്റമിൻ. എന്ത് വിളിക്കും? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടും. എന്തറിയപ്പെടും? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ ഈ വെയിൽ കൊള്ളുമ്പോൾ എവിടെയാണ് നിർമ്മിക്കുന്നത്? നമ്മുടെ ത്വക്കിലാണ് നിർമ്മിക്കുന്നത്. എവിടെ നിർമ്മിക്കുന്നത്? സൂര്യപ്രകാശം തട്ടുമ്പോൾ ത്വക്കിൽ നിർമ്മിക്കും. അപ്പോൾ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി ആണ്. ഈ സൂര്യപ്രകാശം എന്ന് പറയുമ്പം സൂര്യൻ്റെ കിരണങ്ങൾ രണ്ട് തരത്തിലുണ്ട്, അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡ് കിരണങ്ങളും. മനസ്സിലായോ? അൾട്രാ വയലറ്റ് എന്ന് വെച്ചാൽ പ്രകാശകിരണങ്ങൾ, ഇൻഫ്രാറെഡ് താപകിരണങ്ങൾ. ക്ലിയർ ആയല്ലോ? ഇതിൽ നിന്ന് ഏത് കിരണങ്ങളിൽ ലഭ്യമാകുന്നത്? അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാലും തെറ്റില്ല. ഏതാ? അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാ? അതും വൈറ്റമിൻ ഡി ആ. അതെങ്ങനെയാണ് ത്വക്കിൽ നിർമ്മിക്കുന്ന അറിയണ്ടേ? ത്വക്കിൻ്റെ അടിയിൽ ഒരു കൊളസ്ട്രോൾ ഉണ്ട്. ത്വക്കിൻ്റെ അടിയിൽ ഒരു കൊളസ്ട്രോൾ ഉണ്ട്. ആ കൊളസ്ട്രോളിൻ്റെ പേരാണ് എർഗോസ്റ്റിറോൾ. കണ്ടില്ലേ? വായിച്ചു നോക്കിയേ. എർഗോസ്റ്റിറോൾ. ഏതാണ്? എർഗോസ്റ്റിറോൾ. അപ്പോൾ ത്വക്കിൻ്റെ അടിയിൽ കാണുന്ന ഒരു കൊളസ്ട്രോൾ ആണ് എർഗോസ്റ്റിറോൾ. ഈ എർഗോസ്റ്റിറോൾ ആണ് വൈറ്റമിൻ ഡി ആയി മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ സൂര്യപ്രകാശം തട്ടുമ്പോൾ ത്വക്കിൽ നിർമ്മിക്കുന്നു. ത്വക്കിൻ്റെ അടിയിലെ ഒരു കൊളസ്ട്രോൾ വിഘടിക്കുന്നു. ആ വിഘടിക്കുന്ന കൊളസ്ട്രോളിൻ്റെ പേരാണ് എർഗോസ്റ്റിറോൾ. ക്ലിയർ ആയല്ലോ? എർഗോസ്റ്റിറോൾ. വൈറ്റമിൻ ഡി ആയി മാറുന്ന കൊളസ്ട്രോളിൻ്റെ പേരാണ് എർഗോസ്റ്റിറോൾ. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ കൊഴുപ്പ് വിഘടിക്കുന്ന ആയതുകൊണ്ട്, കൊളസ്ട്രോൾ വിഘടിക്കുന്ന ആയതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ. എന്ത് വിളിക്കാം? സ്റ്റിറോയിഡ് വൈറ്റമിൻ. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ സ്റ്റിറോയിഡ് വൈറ്റമിൻ അറിയപ്പെടുന്ന ഏതാ? വൈറ്റമിൻ ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം രണ്ട് അസുഖങ്ങളുണ്ട്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗം, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ. മലയാളവും വേണം, ഇംഗ്ലീഷും വേണം. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ. ക്ലിയർ ആയല്ലോ? അതുപോലെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവർക്കുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോ മലേഷ്യ. ഓസ്റ്റിയോ മലേഷ്യ. മുതിർന്ന ആൾക്കാരല്ലേ മലേഷ്യയിലേക്കൊക്കെ പോകുന്നത്, അങ്ങനെങ്കിലും ഓർത്തിരിക്കണം. ഓസ്റ്റിയോ മലേഷ്യ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻ കെയുടെ കാര്യം പറഞ്ഞപ്പോൾ രണ്ട് ഫോംസ് പറഞ്ഞു, K1 K2. ക്ലിയർ ആണല്ലോ? A1 A2 എന്ന് വൈറ്റമിൻ എക്കും നമ്മൾ പഠിച്ചു, എക്കും പഠിച്ചു, കെയ്ക്കും പഠിച്ചു. ഇതാ ഡിക്കും പഠിക്കാൻ പോവാണ്. വൈറ്റമിൻ ഡിക്ക് 3 ഫോംസ് ആണുള്ളത്. എപ്പോഴും 1 സെയിം ആണെന്ന് നമുക്കറിയാം. വൈറ്റമിൻ D1, D1ൻ്റെ പേരെന്താ? പേര് പോലെ തന്നെ പഴയ നമ്മൾ പഠിച്ച അതേ പേര്, കാൽസിഫെറോൾ. ഏതാണ്? കാൽസിഫെറോൾ. ഇനി വൈറ്റമിൻ D2ൻ്റെ പേര്, D2ൻ്റെ പേരെന്താ നമുക്ക് നോക്കാം. എർഗോ കാൽസിഫെറോൾ. എർഗോ കാൽസിഫെറോൾ. അപ്പോൾ D1ൻ്റെ പേരെന്താ? കാൽസിഫെറോൾ. ഏതാണ്? കാൽസിഫെറോൾ. D2ൻ്റെ പേരെന്താ? എർഗോ കാൽസിഫെറോൾ. എർഗോ കാൽസിഫെറോൾ. ക്ലിയർ ആയല്ലോ? എർഗോ കാൽസിഫെറോൾ. D3യുടെ പേരാണ് കോൾ കാൽസിഫെറോൾ. D3യുടെ പേരാണ് കോൾ കാൽസിഫെറോൾ. ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല, എങ്കിലും ഈ 3 പേരുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. D1 കാൽസിഫെറോൾ, D2 എർഗോ കാൽസിഫെറോൾ, D3 കോൾ കാൽസിഫെറോൾ. ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. കുട്ടികൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ അത് D3 ആണ്. കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ഏതാണ്? കുട്ടികളുടെ അസ്ഥി ബലക്കാൻ വേണ്ട വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗം ഏതാ? റിക്കറ്റ്സ്. അതുകൊണ്ട് ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതെല്ലാമായിരുന്നു? കാടി. ഏതാണ്? കാടി. ഇപ്പോൾ ഏതൊക്കെ പഠിച്ചു നമ്മൾ? കാടിക്കകത്ത് K പഠിച്ചു, A പഠിച്ചു, D പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി ലാസ്റ്റ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ അവസാനത്തെ വൈറ്റമിൻ ഏതാ? ഇ. വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ പേരെന്താ? ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇയുടെ പേരെന്താ? ടോക്കോഫെറോൾ. ക്ലിയർ ആയല്ലോ? വൈറ്റമിൻ ഇയുടെ പേര് ടോക്കോഫെറോൾ. നമുക്കറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക്സ് വിൽക്കുന്ന നാടാണ് കേരളം.
അതൊക്കെ ഒരുപാട് കോസ്മെറ്റിക്സ് നമ്മുടെ ലേഡീസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, ബോയ്സും ഉപയോഗിക്കുന്നുണ്ട്, ലേഡീസും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ടി വി തുറന്നാൽ തന്നെ കോസ്മെറ്റിക്സിൻ്റെ പരസ്യമാണ്. അപ്പോൾ ഫെയർ ഓ ലവ്ലിയുടെ പരസ്യം. ആ കമ്പനി പറയുന്നത് എന്താ, ഒരു തുള്ളി ഫെയർ ഓ ലവ്ലി വന്ന് ഒരു പെങ്കൊച്ചിൻ്റെ മുഖത്ത് വീഴുന്നു, ആ കുട്ടി പെട്ടെന്ന് വെളുക്കുന്നു. ആ തുള്ളിക്കകത്ത് അവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു അക്ഷരമുണ്ട്, ശ്രദ്ധിച്ച് നോക്കുക ഇനിയെങ്കിലും. അത് വിറ്റാമിൻ ഇ ആണ്. ഒരു തുള്ളി വന്ന് വീഴുന്ന ആ തുള്ളിക്കകത്ത് കാണിക്കുന്ന അക്ഷരം ഇ ആണ്. അതിൻ്റെ അർത്ഥം എന്താ, ബ്യൂട്ടി വൈറ്റമിൻ. ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ അറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ ബ്യൂട്ടി വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഇ. അതുപോലെ ഹൃദയ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ആണ് ഏതാ? ഈ പറയുന്ന വൈറ്റമിൻ ഇ. അപ്പോൾ ഹൃദയ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഇ. അതുപോലെ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ? അതും വൈറ്റമിൻ ഇ ആണ്. പയറിൽ അതായത് നമുക്കറിയാം പണ്ടുള്ള ആൾക്കാർ വെളുക്കാൻ വേണ്ടി എന്താ ഉപയോഗിച്ചത്? പയറുപൊടി. അതിൻ്റെ അർത്ഥം പയറിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. ടിപ്സ് കിട്ടിയല്ലോ, ഫെയർ ഓ ലവ്ലിക്ക് പകരമുള്ള ടിപ്സ് കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടി വൈറ്റമിൻ ഇ. പയറിൽ ധാരാളം അടങ്ങിയ വൈറ്റമിൻ ഇ. അതുപോലെ മുട്ടയുടെ മഞ്ഞയിലും ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഇ. നാളെ തേച്ചുകൊണ്ട് വരരുത്, ഉറുമ്പ് കയറും. അപ്പോൾ പയറിലും മുട്ടയുടെ മഞ്ഞയിലും ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ ആണ്. ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടില്ലേ? അപ്പോൾ ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ. അപ്പോൾ ആക്ട് ആസ് എ ഹോർമോൺ. അപ്പോൾ ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഇ ആണ്. ഇനി ഇന്നത്തെ തലമുറയ്ക്കും പണ്ടത്തെ തലമുറ എടുത്ത് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. പണ്ടത്തെ തലമുറയുടെ വീട്ടിലെ പിള്ളേരുടെ എണ്ണം നമുക്ക് നോക്കാം. എല്ലാം കൂട്ടുകുടുംബമായിരുന്നു. നാം ഒന്ന്, നമുക്ക് ഡസൻ കണക്കിന്. ഇന്നത്തെ തലമുറ എടുത്ത് നോക്കുക, നാം ഒന്ന്, നമുക്ക് 0. പലർക്കും ഇങ്ങനൊരു അവസ്ഥയാണ്. പണ്ട് കുട്ടികൾ വീട്ടിൽ കൂടുതലാണ്, 10ഉം 12ഉം ഒക്കെ ഉണ്ട്. ഇന്ന് പിള്ളേർ ഇല്ല, പലർക്കും ഉണ്ടാവുന്നില്ല. എന്തായിരിക്കും കാര്യം? വൈറ്റമിൻ ഇയുടെ പ്രശ്നമാണ്. വൈറ്റമിൻ ഇയുടെ പ്രശ്നം. പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ? അത് വൈറ്റമിൻ ഇ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ വൈറ്റമിൻ ഇയുടെ കുറവുണ്ടെങ്കിൽ പ്രത്യുൽപാദനത്തെ ബാധിക്കും. വൈറ്റമിൻ ഇയുടെ കുറവ് മൂലമുള്ള രോഗമാണ് വന്ധ്യത. ഏതാണ്? വന്ധ്യത. ഏതാണ്? മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന രോഗമാണ്. വൈറ്റമിൻ ഇയുടെ കുറവ് മൂലമുള്ള രോഗമാണ് ഏതാ? വന്ധ്യത. ക്ലിയർ ആയല്ലോ? വന്ധ്യതയുടെ ഇംഗ്ലീഷ് എന്താണെന്നറിയാമോ? സ്റ്റെറിലിറ്റി. ഏതാണ്? സ്റ്റെറിലിറ്റി. ആൻറ്റി സ്റ്റെറിലിറ്റിക് വൈറ്റമിൻ എന്ന് നമുക്ക് എന്തിനെ വിളിക്കാം? വൈറ്റമിൻ ഇയെ വിളിക്കാം. ക്ലിയർ ആയല്ലോ? ഇനി പുരുഷനെ വന്ധീകരിക്കുന്ന സർജറിയുണ്ട്. പുരുഷനെ വന്ധീകരിക്കുന്ന സർജറിയാണ് വാസക്ടമി. ഏതാണ്? വാസക്ടമി. അതുപോലെ സ്ത്രീയെ വന്ധീകരിക്കുന്ന സർജറിയാണ് ട്യൂബക്ടമി. വാസു ഒരു പുരുഷനാണല്ലോ, വാസുവിന് ചെയ്യുന്ന ടമിയാണ് വാസക്ടമി എന്ന് ഓർക്കുക. ഒരു ശസ്ത്രക്രിയ ടമി എന്ന് പറഞ്ഞാൽ. പുരുഷനെ വന്ധീകരിക്കുന്ന സർജറി വാസക്ടമി, സ്ത്രീയെ വന്ധീകരിക്കുന്ന സർജറി ട്യൂബക്ടമി. ക്ലിയർ ആയല്ലോ? ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ മനസ്സിലാക്കി. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ കാടി നന്നായിട്ട് കുടിച്ചു. കാടി കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ KAD കാടി. ഇത്രയും വൈറ്റമിൻ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഒരു മാർഗൻ്റെ സാധനമാണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ കുറച്ചും കൂടി ബാക്കി ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം.